എന്ത് മോൻ്റെ തലകണി എന്ത് ചെയ്തിരിക്കുന്നത്? ബാ ബാ ഇവിടെ കയറി കിടന്നോ. ബാ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണ്. ഇപ്പോൾ ഷീറ്റൊക്കെ വിരിച്ചു എല്ലാം ചെയ്തിട്ട് അവന് ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഷീറ്റ് വിരിച്ചപ്പോൾ അവൻ കയറി നിൽക്കുന്നതായി കാണുന്നത്. അവൻ്റെ പില്ലോ എടുത്ത് ഞാൻ തലകണി കുറേയൊക്കെ ഇട്ടില്ലേ, പില്ലോ കവറൊക്കെ ഇട്ടപ്പോൾ കയറി നിൽക്കുന്നതാണ്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് ഇപ്പോൾ ഈ എന്താ പറയണ്ടേ, ഇനിയിപ്പോൾ പൂജ കഴിയാതെ ഒന്നും ഇവിടെ ആരെയും കിട്ടില്ല കേട്ടോ പണിക്കൊക്കെ. ഇനിയിപ്പോൾ കാളി പൂജയൊക്കെ കഴിയണം, അതായത് ദീപാവലിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരെയും പണിക്കൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാതെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ദീപക്ക് ഇല്ലയെന്നറിയാമല്ലോ. അപ്പോൾ അത് കാരണം നല്ല പണിയാണ് കേട്ടോ, ഓൾ പണിയാണ്. അതാണ് മോൻ്റെ ഫുഡ് ഒന്ന് ഒത്തിരി താമസിച്ച് പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫീഡ്ബാക്ക് ചെയ്താലേ എനിക്കറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണ്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ്. മോൻ്റെ തലേണി ഇവിടെ, മോൻ്റെ പില്ലോ എന്തേ, മോൻ്റെ പില്ലോ എന്തേ, സ്കൂബിയുടെ പില്ലോ എന്തേ? ആരാണത്? അയ്യോ ആരാത്? ആരാത്? ഓ ഒരു പൂച്ച അവിടെ പോകുന്നതിനാണ് കുറക്കുന്നത്. പൂച്ചയുടെ പാവം അവിടെ ഇരുട്ട്. നമ്മുടെ താഴത്തെ ലൈറ്റ് ബ്ലോക്കാക്കി ഇട്ടേക്കുന്നത്. അത് പോട്ടെ, നിനക്കെന്നാ? ബാ ഇവിടെ വന്നോ മോനോ, ഇവിടെ ബാ, വന്നോ ബാ. മോൻ്റെ കാലൊക്കെ തുടച്ചുതരാം, ബെഡിൽ കയറാം. ബാ സ്കൂബീന്ന് വിളിക്കുന്നത് ആ കൊച്ചുതേ, സ്കൂബീന്ന് വിളിക്കുന്ന ചേട്ടൻ, സ്കൂബീന്ന് വിളിക്കുന്നത് അപ്പുറത്തെ ചേട്ടൻ കണ്ട, ആ ജനലിൽ കൂടെ നിന്ന് സ്കൂബീന്ന് വിളിക്കുന്ന കണ്ടോ? മോൻ കേട്ടെ, ആ ചേട്ടൻ വിളിക്കുന്ന നോക്കെ, സ്കൂബീന്ന് കണ്ടോ, കണ്ടോ? മോൻ വിളി കേട്ടെ, അപ്പുറത്തെ ഫ്ലാറ്റിൽ കുട്ടി സ്കൂബീന്ന് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടേ പുള്ളി ഇവിടെ ഇരിക്കുന്ന രാത്രിയൊക്കെ കേട്ടോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സപ്പോർട്ടൊക്കെ ചെയ്യുക. ഇതിൻ്റെ ഇടയ്ക്ക് ഒതുക്കലും പിടിക്കലും ഒതുക്കലും ക്ലീൻ ചെയ്യലും ഒക്കെയാണ് കേട്ടോ. അത് കാണിച്ചൊക്കെ തരാം. ഷോക്കേസൊക്കെ ഒതുക്കലും ക്ലീൻ ചെയ്യലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം എങ്ങനെയാണേ. എന്തുവാ വരാത്ത ചേട്ടൻ പോയത്? ആ ചേട്ടൻ അവിടെ നിൽപ്പോണ്ട്. ബാ മോനെന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്? ബാ ചെറിയൊരു ചാറ്റ മഴ പെയ്തു കേട്ടോ. പിന്നെ ചൂടാണ്, ഭയങ്കര ചൂടാണ്. അപ്പം നാളെ നമ്മുടെ ഇലാക്കയിൽ ഒരു വിധപ്പെട്ട ഐഡലൊക്കെ നാളെ ഗംഗാനദിയിൽ വിസർജൻ ചെയ്യും. അതായത് വിസർജൻ എന്ന് പറയും, അതായത് ഒഴുക്കും നാളെ. ഇന്നത്തോടെ അപ്പോൾ ദശമിയോടെ എല്ലാ പൂജയും കഴിഞ്ഞു. അപ്പോൾ അവനിവിടെ വന്നിരിക്കുന്നു. ഈ പൂജ നമുക്ക് മറക്കാൻ പറ്റൂല, കാരണം ദീപക്കിൻ്റെ വിയോഗം അത് നമുക്ക് മറക്കാൻ പറ്റൂലല്ലോ. ഈ പൂജയോടെ അതൊരു ഓർമ്മയായിട്ട് നിൽക്കുന്നു. പക്ഷെ ഓരോ ദിവസം ചെല്ലുന്നവരും അത് ഭയങ്കര ഒരു വേദന തന്നെയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടവനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ നമുക്കൊന്നും. വെച്ചിട്ട് പോയതേ കാലൊക്കെ തുടച്ച് തരാം, കയറ്, കാലും വായൊക്കെ തുടച്ച് തന്നിട്ട് മോൻ ബെഡിൽ കയറിക്കോ. ബെഡിൽ കയറി അവിടെ കിടന്നു പോ. മോൻ്റെ പില്ലോ കവറൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കിടക്കാം. ആ കാലൊക്കെ തുടക്കണ്ടേ? കാലൊക്കെ തുടച്ച് എന്നെ ഇങ്ങനെ നോക്കുന്ന എല്ലാം പറയുന്നു മനസ്സിലായി. കാലൊക്കെ തുടച്ച് എവിടെ? ഇങ്ങോട്ട് നോക്കുക, മുഖത്ത് നോക്ക്, മമ്മിയുടെ മുഖത്ത് നോക്കടാ, മമ്മിയുടെ മുഖത്ത്, മമ്മിയുടെ മുഖത്ത്. കാല് തുടക്കണം, വായ കഴുകണം, ഫുഡൊക്കെ കഴിച്ചല്ലേ, കിടക്കണം, കിടക്കണ്ടേ? പൊന്നിൻ്റെ പില്ലോയിൽ ഇതേ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, മോൻ്റെ പില്ലോ കവറൊക്കെ കേട്ടോ. ആ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്ന കേട്ടോ ഞാൻ പറയുന്നൊക്കെ. എന്തോ വേണ്ട, എന്തോ വേണ്ട. എല്ലാവർക്കും ഹായ് വേണോ? ഓ ഓ കൊച്ച് ഹായ് തന്നാണ് കേട്ടോ. എല്ലാവർക്കും ഹായ് 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 ഹായ്. കൊച്ച് വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് ഹായ് തന്നാണേ. അവനതൊക്കെ അറിയാം. എവിടെ എവിടെ പോന്നാ ഹായ് ഒക്കെ? അതേ കണ്ടോ, ഹായ് ഹായ് ഹായ്. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞോ, ഒന്ന് ടാറ്റ പറഞ്ഞേ. ടാറ്റ ടാറ്റ എങ്ങനെ? ഇപ്പുറത്തെ കൈയുണ്ട്, ടാറ്റ ടാറ്റ ടാറ്റ. ആ ഞാൻ ചോദിക്കാതെ തന്നെ അവൻ ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ ഹായ് ഒക്കെ തരുന്നതാണേ. നല്ല മോനാണ്, കണ്ടില്ലേ?
അവനറിയാം വീഡിയോ എടുക്കുമ്പോൾ. അവിടെ കിടക്കണ്ട വാ, ഇതൊക്കെ കളിച്ചിവിടെ ഇരുന്നോ വാ. ഇനി അവിടെ കളിച്ചിരുന്നോളും. കയറിക്കോ. ആ ജമ്പെന്ന് പറഞ്ഞപ്പോൾ ജമ്പായി. ഇതേ ബോണൊക്കെ വെച്ചിട്ടുണ്ടേ, കളിച്ചിരുന്നോണേ. ഇവിടെ മോൻ്റെ ബോണൊക്കെ ഉണ്ട്. ഇതൊക്കെ കളിച്ചിരുന്നോ കേട്ടാ. കളിച്ച് നല്ല കുട്ടിയായിട്ടിരുന്നോണേ. കളിച്ചവിടെ നല്ല കുട്ടിയായിട്ടിരുന്നോ. തറയിലൊന്നും ഇരുന്നാൽ കാലൊന്നും ചീത്തയാക്കണ്ട കേട്ടോ, കാലൊന്നും ചീത്തയാക്കണ്ടേ. അവിടെ ഇരുന്നോണേ. ശരി കേട്ടോ. ഒരിടത്ത് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട് കേട്ടാ. അവിടെ ഇരുന്നോ കളിച്ചോണ്ട്. ശരി, അവിടെ ഇരുന്നോ. ഒരിടത്ത് പോകുന്നില്ല മമ്മ, ഒരിടത്ത് പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഒരുത്തം വന്ന് നിൽക്കുന്നുണ്ടോ, ഒരുത്തം നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഈ കണ്ണാടിയൊക്കെ തുടക്കലും ഷോക്കേസൊക്കെ തുടക്കലും അവരുടെ പിന്നെ ഡ്രസ്സിങ് ടേബിളൊക്കെ തുടക്കലൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മാലകളൊക്കെ ഇങ്ങനെ മേടിച്ച് പുള്ളി ഇഷ്ടം പോലെ കമ്മലുകളും മാലകളും ഒക്കെ ഉണ്ട്. പക്ഷെ മീറ്റിങ്ങിനൊന്നും പോകുമ്പോൾ ഇങ്ങനത്തെ കമ്മലുകളൊന്നും ഇടൂല കേട്ടോ. അപ്പോൾ അത് വേറെയാണ്. ഇതൊക്കെ ലൊക്കേഷനോ ഒക്കെ പോകുമ്പോഴൊക്കെയാണ് ഇടുന്നതും പിടിക്കുന്നതൊക്കെ. ഇങ്ങനെ പ്രത്യേകിച്ചും കൽക്കട്ടയിൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലൊക്കെ ഒരുപാട് കിട്ടുന്ന, ശാന്തിനികേതൻ അവിടെ നിന്നൊക്കെ ഒരുപാട് ഇതുപോലത്തെ ആർട്ടിഫിഷ്യലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങനെ മേടിച്ച് കൂട്ടി വെക്കും. പക്ഷെ നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ അവൾ ഇടാറുണ്ട്. പക്ഷേ മീറ്റിങ്ങിനൊക്കെ അവൾ പുറത്തൊക്കൊന്നും പോകുമ്പോൾ ഇങ്ങനത്തെ ഒന്നും ഇടാറില്ല. ഇനിയും ഉണ്ട് ഓരോരോ ബാഗിലും അതിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന. ഇതൊക്കെ കമ്മലുകളാണ് കേട്ടോ. ഇത്രയും ഞാൻ പിന്നെ ഇങ്ങനത്തെ കമ്മലുകളൊന്നും ഇങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ്. മോൾക്ക് വലിയ വലിയ കമ്മലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കറിയായിരിക്കും, നമ്മുടെ നാട്ടിലേക്കാൾ കൂടുതൽ ഇങ്ങനത്തെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതൊക്കെ കിട്ടുന്നത് ഇവിടെയാണ് കേട്ടോ, കൽക്കട്ടയിലാണ്. അങ്ങനെയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് വച്ചേക്കുന്ന. അതിപ്പോൾ വേറെ അടുത്ത് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വച്ചേക്കുന്ന. സ്ഥലം വേറെ ബോക്സിലൊക്കെ ഇരിപ്പുണ്ട്. ഇങ്ങനെ കണ്ടോ, ഓരോന്ന് ഇങ്ങനെ ഇങ്ങനെ വലിയ നമുക്ക് പിന്നെ ഇങ്ങനത്തെ വലിയ കമ്മലിനോടൊന്നും വലിയ താല്പര്യമില്ല. അവൾ മേടിച്ചു തന്നാലും ഞാൻ വേണ്ടാന്ന് പറയും. എനിക്ക് ചെറിയ കമ്മലുകളും, പിന്നെ നമ്മൾ പ്രായമായൊക്കെ വരുന്നതല്ലേ, അപ്പോൾ പ്രായത്തിനനുസരിച്ച് ഞാൻ വേഷം കെട്ടുള്ളൂ കേട്ടോ. അങ്ങനെയാണേ. എല്ലാവർക്കും ഇല്ല, ചിലവരുടെ സ്വഭാവം അങ്ങനെയല്ലേ. എനിക്ക് ഇത്ര തരത്തിലുള്ള വലിയ കമ്മലൊന്നും ഇടുന്നതും പണ്ടും ഇഷ്ടമല്ല. ജിമിക്ക് ഇഷ്ടമാണ്, റിങ്സ് ഇഷ്ടമാണ്. പക്ഷെ അതൊരു മീഡിയം. ഇങ്ങനെ കണ്ടു, ഇങ്ങനെയാണ് മേടിച്ചത്. ഇത് കണ്ടോ, ഇത് പുതിയതാണ്. ഇതൊന്നും ഉപയോഗിച്ചിട്ട് പോലും ഇല്ല. ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് ഇരിക്കുന്ന ഉള്ളി. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കമ്മലുകൾ കണ്ടില്ലേ. കാണിച്ചു തരാം. ഇതൊക്കെ കമ്മലുകളാണ്. ഒന്നാമത്തെ ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ ഇതുപോലത്തെ ആർട്ടിഫിഷ്യലൊക്കെ കിട്ടും. വിലയൊക്കെ കൂടുതലാണ്, എന്നിരുന്നാലും കിട്ടും. കിട്ടുമെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാമേ. ഇതൊക്കെ ഇങ്ങനത്തെ കമ്മലുകളാണ്. ഇത് കണ്ടില്ലേ. പുള്ളിക്ക് സമയവും ഇല്ല ഇതൊന്നും ഒതുക്കാനും നേരാനെന്നുള്ള സമയമൊന്നുമില്ല. ഓൾ ടൈം പണിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഒരു ദിവസം കിട്ടുന്ന സമയമൊക്കെ ഉറങ്ങലും ഇതൊക്കെയാണ്. ഞാനാണെങ്കിൽ ഇതൊന്നും തൊടാനും പോവില്ല. കാരണം അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോന്നെടുത്തിട്ട് ഇത് അങ്ങോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുള്ളി ചോദിക്കുന്ന സമയമൊന്നും കിട്ടത്തില്ല. ഇതിങ്ങനെ കൊച്ച് നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ഇത്. കമ്മലുകളുടെ ഒരു കൂടാരമാണ്. നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഇവിടെ പോകുന്ന സമയം എനിക്ക് ഇതൊക്കെയാണ് പണി. കാണിച്ചു തരാം. ഇതും കമ്മലുകളാണ്. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതും കമ്മലാണ്. ഇത് കണ്ടോ, ഞാനിത് തുറന്നതാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ കമ്മലാണ്. ഇപ്പോൾ ഇതിൻ്റെ ബോക്സാണ് ഇത്. 2 കമ്മലുകളാണ്. അടുത്ത ബോക്സ് കാണാം. അപ്പോൾ ഇതുപോലത്തെ ബോക്സ് മൊത്തം കമ്മലുകളുടെ സെറ്റിങ്സാണ് കേട്ടോ. ഇതിൽ തികയാഞ്ഞിട്ടാണ്. പുള്ളിക്ക് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഇടൂല. ഇതൊക്കെയാണ് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ ഇതുപോലത്തെ കുറേ ബോക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതൊക്കെ നിറഞ്ഞുകൊണ്ടാണ് പുളി ഇതിലൊക്കെ വെച്ചിരിക്കുന്നത്. നിറഞ്ഞുകൊണ്ടാണ് ഇതുപോലത്തെ ബോക്സുകളൊക്കെ 2-3 ഉണ്ട്. പക്ഷെ അതൊക്കെ നിറഞ്ഞ് ഒക്കെ ഇരിക്കുന്ന കേട്ടോ. അപ്പോൾ അത് കാരണം ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് തന്നെ എടുക്കാനും പറ്റില്ല. അത് അവർക്ക് തന്നെ അറിയാവും. ഇതൊക്കെ എടുക്കുന്നതും ഒക്കെ അവർക്ക് അറിയാവും. ഇതൊക്കെ കമ്മലുകളും കാര്യങ്ങളൊക്കെയാണ്. അത് ഇയറിങ്ങാണ് കൂടുതൽ. ഇയറിങ് എല്ലാം ഉണ്ട് കേട്ടോ. ഇയറിങ്സൊക്കെ ഉണ്ട്. അത് കണ്ടോ, ഇതൊക്കെ ഇത് വേറെ ഇത് വേറെയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്തു കഴിയുമ്പോൾ ഇതൊക്കെ പോവും. കാരണം ഇത് അവർക്ക് അറിയാവും ഇതൊക്കെ എങ്ങനെ എടുക്കണം. ഇതൊക്കെ ഒഴിഞ്ഞൊക്കെ കിടക്കേണ്ടത്. അങ്ങനെ വച്ചേക്കാം. നമുക്ക് ഇതൊക്കെ വച്ച് വെക്കാം. ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ഇതൊക്കെ ഒതുക്കിയപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തന്നെയാണ് പണി കേട്ടോ. മോനെ നോക്കലും ഇവരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഡ്രസ്സിൻ്റെ ടേബിളൊക്കെ ഒതുക്കലും പിടിക്കലും. ഇതൊക്കെ പൊട്ട ഐറ്റംസാണേ. ഇതൊരു ബോക്സിലിരുന്നാണ്. അപ്പം ഇതൊക്കെ ഞാൻ എടുത്തതാണ്, ഇങ്ങോട്ട് ഒന്ന് ഒതുക്കാൻ വേണ്ടി എടുത്തതാണ്. ഇതൊക്കെ പൊട്ട ഐറ്റംസാണ്. ഇനിയും ഉണ്ട്, വേറൊരു ബോക്സിൽ ഇരിപ്പുണ്ട്. ഇതൊക്കെ പൊട്ടൊക്കെയാണ്. ഇതൊക്കെ ഓരോ തരം പൊട്ടുകൾ. കുഞ്ഞു പൊട്ടേ ഉപയോഗിക്കത്തുള്ളൂ. ഇതൊക്കെ മാലകൾ. ഇനിയുണ്ട് മാലയൊക്കെ, കാണിച്ചു തരാം. ഇതൊക്കെ മാലയാണെന്ന് തോന്നുന്നു. ഇത് മാലയാണ്. ഇതൊക്കെ മാലകളും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. ഇതൊക്കെ പാക്കറ്റ് വെക്കട്ടെ. അതുപോലെ വച്ചില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുകയില്ല. അവൾ ഓരോരോ പാക്കറ്റിൽ അത് വച്ചിട്ട് പോകും. ഈ ഇടയ്ക്ക് മേടിച്ചതാണ് കേട്ടോ ഇതൊക്കെ. അതാണ് ഈ കവറിൽ വച്ചിരിക്കുന്നത്. ഇതൊക്കെ ക്ലിപ്പൊക്കെ ഈ ഇടയ്ക്ക് മേടിച്ചതാണ്. ഈ കവറിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങനെ വച്ചേക്കുന്ന, എടുത്തിട്ടില്ല. വേറെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കവറുള്ളതുകൊണ്ട് ഞാൻ ഈ കവറിൽ എന്താണെന്ന് നോക്കിയതാണ്. പിന്നെ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ ഫാഷനബിളാണ്. പക്ഷേ ചെരുപ്പുകളൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കൂട്ടും. പിന്നെ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഓരോന്ന് ചിലപ്പോൾ മീറ്റിങ്ങിനൊക്കെ പോകണമെങ്കിൽ ഓരോരോ കോട്ട് ഇടുമ്പോൾ അതിന് പറ്റിയ ഷൂവ്, അതിന് പറ്റിയ കോട്ട്, പിന്നെ ഓരോരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ചുള്ള ഷൂവും ചെരുപ്പുകളും അങ്ങനെ മേടിക്കും. പിന്നെ അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ചെരുപ്പുകൾ മേടിച്ചുകൊണ്ട് വരും. ഇതൊക്കെ ഇങ്ങനെ ക്ലിപ്പുകളാണ്. എല്ലാം നല്ലൊരു കുട്ടിയാണ്. കാരണം എൻ്റെ മോളായിട്ട് പറയുന്നതല്ല. ഇപ്പോഴത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഇഷ്ടംപോലെ പേര് യൂട്ടിലൈസ് ചെയ്യുന്നവരാണല്ലോ അല്ലേ. പക്ഷേ എൻ്റെ മോള് ഫേസ്ബുക്ക് ഉണ്ടെങ്കിലും പുള്ളി ഫേസ്ബുക്കിൽ ആക്റ്റീവല്ല. ഫേസ്ബുക്കിലൊക്കെ പോകുന്ന വല്ല ആൻറ്റിയിലെ കൊല്ലത്തിലാണ്. പുള്ളിക്ക് ഫേസ്ബുക്കൊന്നും ഒരുപാട് ഉണ്ട്. പുള്ളിയുടെ കോളേജും കാര്യങ്ങളും പുള്ളിയുടെ പഠിത്തം ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല പലതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഫേസ്ബുക്കിൽ ആക്റ്റീവല്ല. ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോഴൊക്കെ പോവും എന്നല്ലാതെ പുള്ളിക്ക് അതിനുള്ള ടൈം അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങളുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് പലപ്പോഴും ഞാൻ അവിടെ എടുക്കാത്തത്. അവൾ കാണാതെ ഓരോന്നൊക്കെ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ അവൾ കണ്ടുകൊണ്ട് ഞാൻ എടുക്കാറില്ല. കണ്ട വഴക്ക് പറയൊക്കെ അങ്ങനെ ഫോട്ടോ ഫേസ് ചെയ്യുന്നത് ഫേസ്ബുക്കിൽ ഇടുന്നതൊന്നും ഒട്ടും ഇഷ്ടമല്ല. ഫേസ്ബുക്കിൽ അവളുടെ ഫോട്ടോസൊക്കെ ഉണ്ട്. കോളേജിൽ നിന്ന് അവാർഡ് മേടിക്കുന്നതും കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷന് ഫസ്റ്റ് ക്ലാസ്സിന് മുകളിൽ അവൾക്ക് അവാർഡ് അവിടുത്തെ വലിയ MLA ഒക്കെ കൊടുക്കുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ അവൾ ഒരുപാട് കാര്യങ്ങൾ അവൾ അല്ലാതെ സെപ്പറേറ്റൊക്കെ ഒരുപാട് കാര്യങ്ങൾ കോഴ്സുകൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ജോലിയുടെ ഇടയിലും ശനിയാഴ്ച ക്ലാസ്സുണ്ട്. ഓൺലൈൻ വഴി അവൾ പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോഴും അവൾ പഠിക്കാതെയല്ല. ഇപ്പോഴും എന്തിനോ അവൾ 2 ലക്ഷം രൂപ കൊടുത്ത് ചേർന്നിട്ടുണ്ട് ശനിയാഴ്ച ക്ലാസ്. അതിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളും. അപ്പോൾ ജോലി ശനിയാഴ്ച അവധിയാണല്ലോ. അപ്പോൾ ശനിയാഴ്ച ക്ലാസ് കൂടും. ഇപ്പോഴും അവൾ പഠിക്കുന്നുണ്ട് ഈ ജോലി തിരക്കിൻ്റെ ഇടയിൽ. പുള്ളി പഠിക്കാൻ ഭയങ്കര മിടുക്കിയാണ്. പഠിക്കുന്നതെല്ലാം നല്ല ക്ലാസ്സോടെ പാസ്സാവുകയും ചെയ്യും. പരീക്ഷ എഴുതിയ അങ്ങനെയാണ് അവൾ. നല്ല ഹാർഡ് വർക്കുമാണ് ജോലിയിലായാലും പഠിത്തത്തിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഇഷ്ടമല്ല. പിന്നെ ഫേസ്ബുക്കിലൊന്നും അധികം ഫോട്ടോസോ അങ്ങനെ ഫോട്ടോസുണ്ട് സ്കൂളിലും കോളേജിലൊക്കെ എല്ലാം. പക്ഷേ അങ്ങനെ പിന്നെ അവൾ പഠിച്ച കോളേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിബിഷ വാസു ടോളിവുഡ് ആക്ടറൊക്കെ പഠിച്ച ഒരു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഇങ്ങനെ
കുറേ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ അവളെ സോഷ്യൽ മീഡിയയിൽ അപ്പോൾ അവിടെ ഇല്ലാത്തപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഒതുക്കി എടുത്ത് എല്ലാം ചെയ്ത് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചു എടുത്തു ഒക്കെ ചെയ്തു കേട്ടോ. ഒക്കെ വരുന്നതാണേ. അച്ഛൻ പല്ല് കേൾക്കണ കണ്ടപ്പോൾ പതുക്കെ പതുക്കെ പതിവ് പോലെ വന്നിരിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ. അത് എന്നും ഉള്ളതായി ഷേവ് ചെയ്യുമ്പോഴും ഒക്കെ കഴുകാൻ വേണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണണേ. കണ്ടോ വാ തുടച്ചു തരാം, വാ തുടച്ചു തരാം. തുടപ്പും കഴുകലും തുടക്കലും കഴുകലും എൻ്റെ പൊന്നെ എത്രാമത്തെ വട്ടാണ് ഇതേ. ഡാഡിക്കൊരു കാര്യം ഇവിടെ 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 കയ്യെത്തുന്നില്ല. ഒക്കെ കാണിച്ചതാ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് ഇന്ന് തരുന്ന തുടക്കാൻ ഇങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒക്കെ ഇടന്ന് തരുന്നത് കണ്ടോ കണ്ടോ. ടിഷ്യൂ പേപ്പർ നനഞ്ഞല്ലടാ. അവനെ എപ്പോഴും തുടക്കലും മുഖം കഴുകലും ഒന്നും പറയണ്ട. നിങ്ങൾ കണ്ടില്ലേ ലൈവായിട്ട് കിടന്ന് തരുന്ന അവന് ക്ഷീണം. അപ്പോഴേ ദീപക്കില്ലാഞ്ഞിട്ട് നല്ല പണികളായിട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞ് നമ്മൾ വീട് വൃത്തിയാക്കലും. അപ്പം ഞാൻ മോളില്ലാത്തപ്പോൾ മോളുടെ ഡ്രസ്സിങ് ടേബിൾ തുടക്കലും ഒക്കെ ഇതിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ വീഡിയോയുടെ കൂടെ ഈ നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓരോരോ മോൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എവിടെ പൊന്നു എണീക്ക്, മോൻ കാണിക്കുക താടിയൊക്കെ കാണിച്ച് കണ്ടോ. കാലിൻ്റെ മൂടി കിടക്കുന്നത്. ശരി എണീറ്റിരുന്നാലല്ലേ ഇവിടെയൊക്കെ തുടക്കാൻ പറ്റുള്ളൂ. ടിഷ്യൂ പേപ്പർ നനഞ്ഞ് ഡാഡി ഇവിടെയൊക്കെ പിടിച്ച് വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. അതെന്തിനാന്ന് തോന്നും. ശരി പൊക്കോ. ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. രാവിലെ 4 മണിക്ക് അച്ഛൻ മോർണിംഗ് വാക്കിനൊക്കെ കൊണ്ടുപോയി. ഇവിടെ പൂജയൊക്കെ ആയതുകൊണ്ടേ പണ്ടലും കാര്യം എന്നെ 4 മണിക്ക് കൊണ്ടുപോയി തുടച്ച് അവന് രാവിലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തതാണ്. ഇത് എത്രാമത്തെ വെട്ടമാണ് നീ തുടക്കണം എന്നറിയാമോ? ശരി ഓക്കെ ശരിയായി. ഇവിടെ കണ്ണ് നോക്കട്ടെ. ഇവർക്ക് ഈ കണ്ണിൻ്റെ അവിടെ കാതിൻ്റെ അവിടെയൊക്കെയാണ് തുടച്ചു കൊടുക്കാൻ. കാതൊക്കെ എപ്പോഴും തുടച്ചു കൊടുക്കണം. ശരി 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 ഓക്കെ ഓക്കെ. ഒരു വൈകും കൂടെ കൊടുക്കുക എല്ലാവർക്കും. ബൈ ബൈ. ഒരു ടാറ്റയും കൂടെ കൊടുക്കുക. ഒരു ടാറ്റ കൊടുത്തേ. ഒരു ടാറ്റ ടാറ്റ ടാറ്റ. എവിടെ കണ്ടില്ല ചേച്ചിമാരൊന്നും കണ്ടില്ല. ടാറ്റ കണ്ടല്ലോ ചേച്ചിമാരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ. നിന്ന് നോക്കണം കണ്ടോ. ഒക്കെയാണ് എൻ്റെ വേല. മതി മതി മതി. ഇനി സുന്ദരനാവണ്ട. സുന്ദരനായി കുളിപ്പിച്ച് അമ്മയുടെ പൊന്നാണോ? അമ്മയുടെ പൊന്നാണോ ദീപക്കണ്ടി? അപ്പോൾ ദീപക്കണ്ടി പൊന്നു. ദീപക് ദാ എടി ഓ നോക്കുന്ന ദീപക്കന്തി പൊന്നു. ചായ കുടിക്കാൻ വന്നില്ലല്ലോ. നീ കാണൂലല്ലേ ദീപക്കിനെ? കാണൂലല്ലേ? നോക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണുണ്ടോ? കണ്ടില്ലേ? ദീപക്കിൻ്റെ കൂടെ കളിക്കണ്ടേ? പൊന്നിന് കളിക്കണ്ടേ? ഷോ എല്ലാവരും ഉറക്കമല്ലേ? ഇതൊക്കെ തന്നെ കുസൃതികൾ കണ്ടില്ലേ നിങ്ങൾ എന്തൊക്കെ കാണിക്കുന്നതെന്ന്? ആര് വരുന്നു പൊന്നാ? ആരാ വന്നെ? അവിടെ ആരും ഇല്ലല്ലോ. ദീപക്ക് വരുന്നുണ്ടോ നോക്കുന്നതാണ്. ദീപക്ക് വരൂല. വാ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റ്. പൊക്കോ അച്ഛരെ അടുത്ത് പോട്ട് പൊക്കോ ഏട്ടാ. ഇവിടെ നിൽക്കണ്ട. ഇവിടെ ചൂട്. മമ്മി പണിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. നല്ല പണിയില്ലേ? എല്ലാവർക്കും നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ഏട്ടോ.